മൻസൂർ അലി കാപ്പുങ്കൽ സാറ് തോൽവീതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു മോക്ക് ടെസ്റ്റ് എഴുതുന്ന സീരിയസ്നെസ്സോടുകൂടി ഈ ഒരു 25 ക്വസ്റ്റ്യൻസ് ഒന്ന് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ ടെസ്റ്റിലേക്ക് തന്നെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് ആരുടെ പുസ്തകമാണ്? ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് ആരുടെ പുസ്തകമാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇതൊരു എക്കണോമിസ്റ്റിൻ്റെ പുസ്തകമാണല്ലേ. ഓക്കെ, ഇതൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ പുസ്തകം തന്നെയാണ് ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്. നമ്മുടെ നോബൽ സമ്മാന ജേതാവായിട്ടുള്ള 2019 നോബൽ സമ്മാന ജേതാവായിട്ടുള്ള അഭിജിത്ത് ബാനർജിയുടെ പുസ്തകമാണെന്ത്? ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസ് ആരുടെ പുസ്തകമാണ്? അഭിജിത്ത് ബാനർജിയുടെ പുസ്തകമാണ്. അപ്പോൾ നമുക്കറിയാം അഭിജിത്ത് ബാനർജിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ്? 2019 എന്ത് ചെയ്യുന്നത്? അഭിജിത്ത് ബാനർജിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അഭിജിത്ത് ബാനർജിക്ക് മാത്രമല്ല ലഭിക്കുന്നത്, വേറെ ആർക്കൊക്കെ ലഭിക്കുന്നുണ്ട്? വേറെ 2 പേർക്ക് കൂടി ലഭിക്കുന്നുണ്ട്. അഭിജിത്ത് ബാനർജിക്കും അഭിജിത്ത് ബാനർജിയുടെ ഭാര്യയായിട്ടുള്ള എസ്തർ ഡൂഫ്ലോയ്ക്കും അതേപോലെ തന്നെ മൈക്കിൾ ക്രേമറിനും എന്ത് ലഭിക്കുന്നുണ്ട്? നമ്മുടെ എക്കണോമിക്സിന് 2019 നോബൽ സമ്മാനം ലഭിക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, അഭിജിത്ത് ബാനർജി, എസ്തർ ഡൂഫ്ലോ, മൈക്കിൾ ക്രേമർ. അതിൽ അഭിജിത്ത് ബാനർജിയുടെ വൈഫാണ് ആര്? എസ്തർ ഡൂഫ്ലോ എന്ന് പറയുന്നത്. അത് എസ്തർ ഡൂഫ്ലോ ഒരു ഫ്രഞ്ച് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഫ്രഞ്ച് അമേരിക്കൻ എക്കണോമിസ്റ്റാണ് ആര്? എസ്തർ ഡൂഫ്ലോ. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് അഭിജിത്ത് ബാനർജിക്കും അതേപോലെ തന്നെ എസ്തർ ഡൂഫ്ലോയ്ക്കും എന്തിനാണ് എക്കണോമിക്സിന് എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഒരു നോബൽ സമ്മാനം ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്ലോബൽ പോവർട്ടി അലിവേഷനാണ്, അല്ലെങ്കിൽ ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കണ്ടുപിടിച്ചതിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അഭിജിത്ത് ബാനർജിക്കും എസ്തർ ഡൂഫ്ലോയ്ക്കും ഒക്കെ എന്ത് ലഭിക്കുന്നത്? എക്കണോമിക്സിന് നോബൽ സമ്മാനം ലഭിക്കുന്നതെന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മുടെ അഭിജിത്ത് ബാനർജിയെക്കുറിച്ചും ഗുഡ് എക്കണോമിക്സ് ഫോർ ഹാർഡ് ടൈംസിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ആർട്ടിക് പര്യവേക്ഷണ സാറ്റലൈറ്റ് ആണ് ആർട്ടിക്ക എം? ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റ് ആണ് ആർട്ടിക്ക എം? ആർട്ടിക്ക എം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെതാണ്? റഷ്യയുടേതാണ് കേട്ടോ. അപ്പോൾ റഷ്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റ് ആണ് എന്ത്? ആർട്ടിക്ക എം. ഓക്കെ, അപ്പോൾ റഷ്യയുടെ പ്രഥമ ആർട്ടിക് പര്യവേഷണ സാറ്റലൈറ്റ് ആണ് ആർട്ടിക്ക എം. സംശയമില്ലല്ലോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, സഹായഹസ്തം. ഓക്കെ, അപ്പോൾ കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ട് കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി ഏതാണ്? സഹായഹസ്തമാണെന്ന് അറിഞ്ഞിരിക്കുക. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ പുതിയ കറൻസിയാണ് ടോമൻ? എന്താണ് ചോദ്യം? ഏത് രാജ്യത്തിൻ്റെ പുതിയ കറൻസിയാണ് ടോമൻ എന്നാണ് നമ്മുടെ നാലാമത്തെ ചോദ്യം. ഏത് രാജ്യത്തിൻ്റെതാണ്? ഇറാൻ്റെതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഇറാൻ്റെ പുതിയ കറൻസിയാണെന്ത്? ടോമൻ. ഇറാൻ്റെ പുതിയ കറൻസിയാണ് ടോമൻ എന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, ഒരു സമയത്ത് നമ്മുടെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വേർഡാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഈ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് സംഭവം? ഇത് പാർലമെൻറ്റ് നിർമ്മാണമാണല്ലേ. നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരാണ് സെൻട്രൽ വിസ്ത. അപ്പോൾ ഈ പാർലമെൻറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോജക്റ്റാണ് എന്ത്? സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. സംശയമില്ലല്ലോ. അപ്പോൾ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർലമെൻറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ്. ഈ സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഏകദേശം 85ഓളം നിലയുള്ള പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരത്തിനെയാണ് സെൻട്രൽ വിസ്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാണെന്ന് അറിയാമോ? 13,450 കോടി രൂപയാണ് കേട്ടോ. 13,450 കോടി രൂപ ആണെന്ത് നമ്മുടെ ഇപ്പോഴത്തെ ഈ പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരമായ സെൻട്രൽ വിസ്ത പ്രോജക്റ്റിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് 13,450 കോടിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2020 വാതക ചോർച്ചയുണ്ടായ നമ്മുടെ
LG പോളിമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എവിടെയാണ് എന്നാണ് ചോദ്യം. 2020 വാതക ചോർച്ചയുണ്ടായ LG പോളിമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്ലാന്റ് എവിടെയാണെന്നാണ് നമ്മുടെ 6ാമത്തെ ചോദ്യം. ഓക്കെ, എവിടെയാണ് LG പോളിമേഴ്സിൻ്റെ പ്ലാന്റ് വരുന്നത്? എവിടെയാണ്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. വിശാഖപട്ടണത്തിലാണ് കേട്ടോ. അപ്പോൾ വിശാഖപട്ടണത്തിലാണ് 2020 വാതക ചോർച്ചയുണ്ടായ LG പോളിമേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പ്ലാന്റ് എവിടെയാണ്? വിശാഖപട്ടണത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ഈ ഒരു LG പോളിമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ചോർന്ന വാതകം ഏതെന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഏതാണ് ആ വാതകം? ഒന്ന് നോക്കിയേ. സ്റ്റെറൈൻ ആണ് കേട്ടോ. STYRENE അതാണ് സ്റ്റെറൈൻ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെറൈൻ ഗ്യാസ് ആണ് എന്ത് ചെയ്യുന്നത്? 2020 നമ്മുടെ LG പോളിമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൽ ചോർച്ചയുണ്ടായ സമയത്ത് ചോർന്ന വാതകം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്റ്റെറൈൻ ആണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അടുത്ത നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. COVID-19 പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്ന് 59 വയസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? എന്താണ് ചോദ്യം. നമ്മുടെ COVID-19 പശ്ചാത്തലത്തിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്ന് 59 വയസ്സാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണത്? തമിഴ്നാടാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. തമിഴ്നാടാണ് ഈ കാര്യം ചെയ്തത്. ഓക്കെ, COVID-19 പശ്ചാത്തലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രായം 58 നിന്ന് 59 ആക്കിയത് തമിഴ്നാടാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്ത ജയിൽ മോചിതർക്കായിട്ട് കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്താണ് ചോദ്യം. സ്വന്തമായി വാസസ്ഥലം ഇല്ലാത്ത ജയിൽ മോചിതർക്കായിട്ട് കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്നതാണ് നമ്മുടെ 8ാമത്തെ ചോദ്യം. ഏതാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. തണൽ ഇടമെന്നാണ് കേട്ടോ. തണൽ ഇടമെന്നാണ്. സ്വന്തമായ വാസസ്ഥലമില്ലാത്ത ജയിൽ മോചിതർക്കായിട്ട് കേരള സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തണൽ ഇടം. ഓക്കെ അല്ലേ? അടുത്ത 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്പോർട്സിനും വ്യവസായ പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സ്പോർട്സിന് വ്യവസായ പദവി നൽകിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് നമ്മുടെ 9ാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. മിസോറാമാണ്. അപ്പോൾ മിസോറാമാണ് സ്പോർട്സിന് വ്യവസായ പദവി നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാമാണെന്ന് അറിഞ്ഞിരിക്കുക. സ്പോർട്സിന് വ്യവസായ പദവി നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മിസോറാമാണെന്ന് അറിഞ്ഞിരിക്കുക. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബൽബീർ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബൽബീർ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഹോക്കിയാണ് കേട്ടോ. അപ്പോൾ ഹോക്കിയുമായി ബന്ധമുള്ള കായിക താരമാണ് ആര്? നമ്മുടെ ബൽബീർ സിംഗ്. ബൽബീർ സിംഗ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധമുള്ള കായിക താരമാണ് ബൽബീർ സിംഗ്. ഇക്കൂട്ടത്തിൽ കേന്ദ്രത്തിലെ കോവിഡ് ടോൾ ഫ്രീ നമ്പർ എത്രയെന്നാണ് ചോദ്യം കേട്ടോ. കേന്ദ്രത്തിലെ കോവിഡ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1075 അല്ലേ? 1075 എന്ത്? കേന്ദ്ര കോവിഡ് ടോൾ ഫ്രീ നമ്പർ. എന്നാൽ 1056 സംസ്ഥാന കോവിഡ് ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1056 അല്ലേ? അപ്പോൾ 1956 കേരളം രൂപീകരിക്കുന്നത്. ആ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കേരളത്തിലെ കോവിഡ് ടോൾ ഫ്രീ നമ്പർ എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. സംസ്ഥാന കോവിഡ് ടോൾ ഫ്രീ നമ്മുടെ കേന്ദ്ര ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1075 1075 കേന്ദ്രവും 1056 കേരളവുമാണെന്ന് അറിഞ്ഞിരിക്കുക. തെറ്റിപ്പോയത് മാറിപ്പോയത് കേട്ടോ. അടുത്ത 12ാമത്തെ ചോദ്യം. ഇൻ്റർനെറ്റ് മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? എന്താണ് ചോദ്യം. ഇൻ്റർനെറ്റിനെ മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളം തന്നെയാണ് കേട്ടോ. അപ്പോൾ കേരളം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇൻ്റർനെറ്റ് മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. 13ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. ഏതാണത്? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. പരിയാരമാണ് കേട്ടോ. പരിയാരമാണെന്ത്? യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പരിയാരം. യുനെസ്കോ ചെയർ പാർട്ട്ണർ പദവി ലഭിക്കുന്ന കേരളത്തിലെ ഗ്രാമപഞ്ചായത്താണ് പരിയാരം. അടുത്ത 14ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതെന്നാണ് ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നമ്മുടെ തിരുവനന്തപുരം തന്നെയാണ്. ക്യാപിറ്റലായിട്ടുള്ള തിരുവനന്തപുരം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. 15ാമത്തെ ചോദ്യം. ബന്ദേ ഉത്കല ജനനി. ബന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിൻ്റെ ഗീതമാണ്? ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഗീതമാണെന്നാണ് ചോദ്യം. എന്താണ്? ബന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഗീതമാണ്? അപ്പോൾ ഈ ഒരു ഉത്കല എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഏത് സംസ്ഥാനമാണെന്ന് ലഭിക്കും അല്ലേ? ഏതാണ്? ഒഡീഷയാണല്ലേ? ഒഡീഷയാണ്. ഓക്കെ, അപ്പോൾ ബന്ദേ ഉത്കല ജനനി ഏത് സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന ഗീതമാണ്? ഒഡീഷയുടേതാണെന്ന് അറിഞ്ഞിരിക്കുക. ബന്ദേ ഉത്കല ജനനി ഒഡീഷയുടെ സംസ്ഥാന ഗീതമാണ്. ബന്ദേ ഉത്കല ജനനി ഒഡീഷയുടെ
നമ്മുടെ സംസ്ഥാന ഗീതമാണ്. 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇക്കൂട്ടത്തിൽ ആരുടെ നോവലാണ് എസ്തേർ? എന്താണ് ഇക്കൂട്ടത്തിൽ ആരുടെ നോവലാണ് എസ്തർ എന്നാണ് നമ്മുടെ ചോദ്യം. എസ്തേർ എന്ന് പറയുന്ന ആരുടെ നോവലാണെന്നാണ് നമ്മുടെ 16ാമത്തെ ചോദ്യം. ആരുടേതാണ്? സാറാ ജോസഫിൻ്റെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. സാറാ ജോസഫിൻ്റെ നോവലാണ് എസ്തേർ. സാറാ ജോസഫിൻ്റെ നോവലാണ് എസ്തേർ. സാറാ ജോസഫിൻ്റെ നോവലാണ് എസ്തേർ. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ്? ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് IT ആക്ടിലെ ഏത് വകുപ്പ് അനുസരിച്ചാണെന്നാണ് നമ്മുടെ 17ാമത്തെ ചോദ്യം. ഇതിനകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 4 ഓപ്ഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, 66A. നമ്മളിതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. IT ആക്ടിൻ്റെ ഒരു ക്ലാസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് 66A എന്ന് പറഞ്ഞാൽ? എന്താണ്? സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് അല്ലേ, അല്ലെങ്കിൽ അനാവശ്യമായ മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ആൾക്കാരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള മെസ്സേജ് അയക്കുന്നതാണ് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്? 66A എന്ന് പറയുന്നത്. പക്ഷേ ഇത് മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്തു? 66A പിൻവലിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ ശേഷം ഓപ്ഷൻ ബി എന്താണ്? 66F ആണ്. 66F എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സൈബർ ടെററിസത്തിനെ കുറിച്ച് പറയുന്നതാണ്. സൈബർ ടെററിസത്തിനെ കുറിച്ച് പറയുന്നതാണ് 66F എന്ന് പറയുന്നത്. എന്നാൽ 67A എന്താണ്? 67A പണിഷ്മെൻറ്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഓഫ് മെറ്റീരിയൽസ് കണ്ടെയ്നിങ് സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആക്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? എന്താണ്? എന്തെങ്കിലും അശ്ലീല കാര്യങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതും പ്രചാരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത്? 67A. അല്ലെങ്കിൽ നമുക്ക് പോണോഗ്രഫി എന്ന് പറയാം. നമുക്ക് സിമ്പിളായിട്ട് പോണോഗ്രഫി എന്ന് പറയാം. അതാണ് 67A പറയുന്നത്. എന്നാൽ 69A എന്താണ്? 69Aക്കകത്താണ് നമ്മുടെ ഈ ചൈനീസ് ആപ്പുകൾ. അല്ലെങ്കിൽ 69A അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ചൈനീസ് ആപ്പുകൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ബാൻ ചെയ്യുന്നത് ഈ 69A അനുസരിച്ചാണ്. ഈ 69A എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരമാണ് എന്തെന്ന് പറയുന്നത്? 69A. ഓക്കെ അല്ലേ? എന്താണ് 69A എന്ന് പറയുന്നത്? ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരമാണെന്ത്? 69A. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ പരമാധികാരം, അഖണ്ഡത, സുരക്ഷ, വിദേശ നയം എന്നിവ സംരക്ഷിക്കുന്നതിനായിട്ട് ഏതൊരു കമ്പ്യൂട്ടറിനെയും നിരീക്ഷിക്കാനും ആവശ്യമുണ്ടെങ്കിൽ അവ ബ്ലോക്ക് ചെയ്യാനും എന്തുണ്ട്? ഗവൺമെൻറ് ഏജൻസികൾക്ക് അധികാരം നൽകിയിട്ടുള്ള സൈബർ നിയമവും എന്ത് തന്നെയാണ്? 69A തന്നെയാണ്. ഇതിന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? 7 വർഷം വരെ തടവും അല്ലെങ്കിൽ പിഴയുമാണ് കേട്ടോ. അപ്പോൾ 7 വർഷം തടവോ പിഴയോ ലഭിക്കാവുന്ന ശിക്ഷയാണെന്ത്? 69A. അല്ലെങ്കിൽ 69A എന്ന് പറയുന്ന സംഭവം എന്താണ്? ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാർ അധികാരമാണെന്ത്? 69A. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്ന നിയമം റദ്ദാക്കിയ രാജ്യം ഏതാണ്? നിയമം റദ്ദാക്കിയ രാജ്യമാണ്. അപ്പോൾ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്ന നിയമം റദ്ദാക്കിയ രാജ്യം ഏതെന്നാണ് നമ്മുടെ 18ാമത്തെ ചോദ്യം. ഏതാണ്? USA ആണ് കേട്ടോ. അപ്പോൾ USA ആണ് എന്ത് ചെയ്യുന്നത്? ദേശീയ ഗാനം ആലപിക്കുമ്പോൾ മുഴുവൻ കളിക്കാരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയുന്ന നിയമം റദ്ദാക്കിയതാരാണ്? USA ആണെന്ന് അറിഞ്ഞിരിക്കുക. 19ാമത്തെ ചോദ്യം, ഇക്കൂട്ടത്തിൽ സംസ്ഥാനത്ത് രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത് ആരാണ്? എന്താണ് ചോദ്യം? ഇക്കൂട്ടത്തിൽ ഏത് സംസ്ഥാനത്തിലാണ് നമ്മൾ രാജപർവ എന്ന് പറയുന്ന ഉത്സവം ആഘോഷിക്കുന്നതെന്നാണ് നമ്മുടെ 19ാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനത്തിലാണ്? ഒഡീഷയിലാണ് കേട്ടോ. അപ്പോൾ ഒഡീഷയിലാണ് നമ്മൾ രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത്. എവിടെയാണ്? ഒഡീഷയിലാണ്. ഇക്കൂട്ടത്തിൽ ഏത് സംസ്ഥാനത്താണ് നമ്മൾ രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത്? ഒഡീഷയിലാണെന്ത്? രാജപർവ ഉത്സവം ആഘോഷിക്കുന്നത്. രാജപർവ ഉത്സവം എവിടെയാണ്? ഒഡീഷയിലാണെന്ന് അറിഞ്ഞിരിക്കുക. 20ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏത് രാജ്യവുമായി സഹകരിച്ച് ഇന്ത്യ നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ്? എന്താണ്? കൊലോങ് ചു എന്നാണ് ചോദ്യം. ഏത് രാജ്യവുമായി സഹകരിച്ച് ഇന്ത്യ നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ്? കൊലോങ് ചു എന്നാണ്. കൊലോങ് ചു ആ പേര് ഓർത്തിരിക്കുക. കൊലോങ് ചു എന്ന് പറയുന്നത് ഭൂട്ടാനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഏത് രാജ്യവുമായിട്ട് സഹകരിച്ച് ഇന്ത്യ നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കൊലോങ് ചു. ഭൂട്ടാനുമായി ഇന്ത്യ സഹകരിച്ച് നടത്തുന്ന ഹൈഡ്രോ പവർ പ്രോജക്റ്റാണ് കൊലോങ് ചു ഭൂട്ടാനുമായിട്ടാണെന്ന് അറിഞ്ഞിരിക്കുക. 21ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം വരുന്നത് എവിടെയെന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. എന്താണ്? ദുരിതാശ്വാസ അഭയകേന്ദ്രം. എവിടെയാണ് ദുരിതാശ്വാസ അഭയകേന്ദ്രം വരുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മാരാരിക്കുളത്താണ് കേട്ടോ. അപ്പോൾ മാരാരിക്കുളത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ദുരിതാശ്വാസ അഭയകേന്ദ്രം. എവിടെയാണ്? മാരാരിക്കുളത്താണെന്ന് അറിഞ്ഞിരിക്കുക. 22ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം എവിടെയാണ്? കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം എവിടെയാണ്?
എവിടെയാണ് കുശിനഗർ വിമാനത്താവളം വരുന്നത്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഉത്തർപ്രദേശാണ് കേട്ടോ. അപ്പോൾ കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം വരുന്നത്. കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കുശിനഗർ രാജ്യാന്തര വിമാനത്താവളം വരുന്നത്. അടുത്ത 23ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എവിടെയാണ്? വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ലോസ് ഏഞ്ചൽസിലാണ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ് വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി. 24ാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് ഏത് സംസ്ഥാനത്താണെന്നാണ് 24ാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ഉത്തരാഖണ്ഡിലാണ് അല്ലേ. അപ്പോൾ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് വരുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണെന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ലൈക്കൺ പാർക്ക് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അങ്ങനെ 25ാമത്തെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അവയവദാന സ്മാരകം വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ അവയവദാന സ്മാരകം വന്നത് എവിടെയെന്നാണ് നമ്മുടെ 25ാമത്തെ ചോദ്യം. എവിടെയാണ്? നമ്മുടെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം വരുന്നത് എവിടെയാണ്? ജയ്പൂരിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം എവിടെയാണ്? ജയ്പൂരിലാണ്. നിങ്ങൾ ചുമ്മാ ഓർത്തിരുന്ന നമ്മുടെ ഇൻറ്റേർണൽ ഓർഗാൻസ് എല്ലാം ഏത് കളറിലാണ്? രക്തമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നിൽ ചുവപ്പ് കളർ അല്ലെങ്കിൽ ഏകദേശം ഒരു പിങ്ക് കളറിലാണല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്തിരുന്നാലും മതി കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ പിങ്ക് കളറിലെ ഓർഗാൻസ് ഒക്കെ ഉള്ള ജയ്പൂരിലാണ് കേട്ടോ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരല്ലേ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അവയവദാന സ്മാരകം എവിടെയാണ്? ജയ്പൂരാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് 25 പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫലപ്രദമായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. പുതിയൊരു ക്ലാസ്സും വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.